മോളെ കൃഷ്ണമൂർത്തി, എന്നെ വിട്, ഞാനും പോട്ടെ. കൃഷ്ണമൂർത്തി. ചേട്ടാ, എല്ലായിടത്തും അന്വേഷിച്ചു നോക്കി ഞങ്ങള്, കിട്ടിയില്ല ചേട്ടാ. അടിയൊഴുക്ക് പെട്ടെന്നാ തോന്നുന്നത്. അച്ഛാ, എവിടെയായിരുന്നു ഇതുവരെ? വരൂ കഴിക്കാം, അദ്ദേഹം അകത്തുണ്ട്. എന്താ ഇത്? ഞാൻ കൊണ്ടുവരാന്ന് പറഞ്ഞതല്ലേ. ദാ, നിങ്ങൾക്കിത് ഇഷ്ടമല്ലേ? കഴിക്കൂ. അച്ഛാ, വരൂ, ഇരിക്കൂ, കഴിക്കാം. വരൂ. കൈ കേട്ട് വരാം മോളെ. എന്റെ മോനില്ലാതായ ആഘാതത്തില് എന്റെ മരുമോൾക്ക് ഈ ഗതി വന്നല്ലോടാ. ചേട്ടാ, കരയല്ലേ ചേട്ടാ, ഒക്കെ ശരിയായിക്കോളൂ. സരസ്വതി, ഉറങ്ങുന്ന കണ്ടില്ലേ? എന്തായി ചെയ്യുന്ന നീ? അവിടെ ഒന്നും ആരുമില്ല. നിനക്കെന്താ ഭ്രാന്താണോ? കൃഷ്ണമൂർത്തി മരിച്ചുപോയി. എന്നെ നീ ഭ്രാന്തി എന്ന് വിളിച്ചു, ഞാനത് സഹിച്ചു. എന്നാൽ എന്റെ കൃഷ്ണമൂർത്തി മരിച്ചു എന്ന് പറഞ്ഞ കൃഷ്ണമൂർത്തി സരസ്വതി അമ്മേ, നിങ്ങളെ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്തു. ഇതാ നിങ്ങളുടെ പെട്ടി. മോളെ, സുഖമാണോ മോളെ? എന്താ മോളെ ഇവിടെ ഇങ്ങനെ? വാ, നമുക്ക് നാട്ടിലോട്ട് പോവാം. വേണ്ടേട്ടാ, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. ഇവിടെ സമാധാനമുണ്ട്. കൃഷ്ണമൂർത്തി, വാ 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 വാ.
മരിച്ചിരുന്നെങ്കിലായിരുന്നു സന്തോഷമായിട്ട് ജീവിക്കാമായിരുന്നു. എന്റെ കൈയോട്ട് തന്നെ നീ ഇത് ചെയ്യിച്ചല്ലടാ കൃഷ്ണമൂർത്തി. കൊന്നൊടുക്കി. ആ കൃഷ്ണമൂർത്തിയുടെ കുടുംബത്തിലുള്ള എല്ലാത്തിനെയും കൊന്നൊടുക്കി. എല്ലാം അവസാനിച്ചു എന്ന് കരുതിയതാണ്. എന്നാൽ കുറെ വർഷങ്ങൾക്ക് ശേഷം വരണമാലി അണിഞ്ഞുകൊണ്ട് നിന്നോടൊപ്പം എന്റെ കൃഷ്ണമൂർത്തിയെ ഞാൻ കണ്ടു. കൃഷ്ണമൂർത്തിയോ? ആരാ കൃഷ്ണമൂർത്തി? നീ കല്യാണം കഴിച്ചവനുണ്ടല്ലോ, അവനാണ് എന്റെ കൃഷ്ണമൂർത്തി. കാർത്തിക. എടി ഇരിക്കടിയോടെ പറഞ്ഞില്ലേടി നിന്നോട് ഇരിക്കാൻ. നിനക്കവൻ കാർത്തികായിരിക്കാവടി, എന്നാൽ അവൻ എന്റെ കൃഷ്ണമൂർത്തിയാ. ഇവൻ എന്താ സൗന്ദര്യം കൂടി വരികയാണല്ലോ. എന്റെ മുടിയെല്ലാം നരച്ച് വയസ്സായി, സൗന്ദര്യവും നഷ്ടപ്പെട്ട് തൊലിയും ചുളിഞ്ഞ് കാണാൻ തന്നെ സഹിക്കുന്നില്ല എനിക്ക്. അതിനുശേഷം കൃഷ്ണമൂർത്തിയെ കുറിച്ച് ഞാൻ അന്വേഷണം തുടങ്ങിയത്. നീ അവനും എന്ത് സന്തോഷത്തിലാ കഴിഞ്ഞിരുന്നത്. റാണിയെ പോലെ കഴിഞ്ഞിരുന്ന ഞാൻ സംശയം തോന്നാത്ത രീതിയിൽ നിന്റെ വീട്ടിലെ ജോലിക്കാരിയായിട്ട് ഞാൻ കഴിഞ്ഞുകൂടി. അന്നേരം അവന്റെ കുടുംബ ഫോട്ടോ എന്റെ കയ്യിൽ കിട്ടി. കൃഷ്ണമൂർത്തിയെ വേരോടെ പിഴുതെറിഞ്ഞു എന്നാ വിചാരിച്ച്. എന്നാൽ അവൻ തിരിച്ചു വന്ന് നിന്നോടൊപ്പം സന്തോഷമായിട്ട് ജീവിതം തുടങ്ങി. ഇതൊക്കെ ഞാൻ കണ്ടപ്പോ എങ്ങനെങ്കിലും അവനെ കൊല്ലണമെന്ന് എനിക്ക് തോന്നി. ഈ വയസ്സില് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? അപ്പോഴാണ് എനിക്ക് തക്കതായ നല്ലൊരു അവസരവും സമയം കൂടി ഒത്തുവന്നത്. എന്റെ ലൈഫ് നീയൊക്കെ നാശമാക്കി കളഞ്ഞില്ലേ? ആരാടി നീയൊക്കെ? ആ കിളവിയപ്പ എവിടെയാടി? അവരും നിങ്ങളും തമ്മിൽ എന്താ ബന്ധമുള്ളേ? പറയടി, അല്ലെങ്കിൽ കൊന്നുകളെ ഞാൻ. സാർ എന്നെ വിട് സാർ, ഞാൻ പറയുന്നത് ഒന്ന് കേക്ക് സാർ, പ്ലീസ് സാർ, എന്നെ ഒന്ന് വിശ്വസിക്കും സാർ. ഇതൊന്നുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഈ 3 പെണ്ണുങ്ങളുമാണ് സാർ ഇതിനെല്ലാം കാരണക്കാരികൾ. അത് മാത്രമല്ല സാർ, എന്റെ വീട്ടിൽ ജോലി ചെയ്ത കിളവിയാണ് സാർ ഇതിനെല്ലാം കാരണക്കാരി. പ്ലീസ് സാർ, എന്നെ ഒന്ന് വിശ്വസിക്കും സാർ, പ്ലീസ്. ജയകാന്ത് സാർ, കാർത്തിക് പറയുന്നതൊക്കെ സത്യമാണ്? യെസ് സാർ, ഈ കാർത്തിക് തെറ്റുകാരനല്ല. സാർ വരൂ സാർ. സാറിന് ഞാൻ ലൊക്കേഷൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ സാർ. എല്ലാ പ്രൂഫും ഈ ക്യാമറ തന്നെയുണ്ട് സാർ. ഞാൻ പറഞ്ഞല്ലേ, ഈ 3 പേരും ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വിവരം പുറത്തു വരും സാർ. സത്യം പറയും, എന്താ സംഭവിച്ചത്? ഒരു ദിവസം രാത്രി എന്നത്തെയും പോലെ പാർട്ടി കഴിഞ്ഞ് പോവുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് 4 പേര് ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ സരസ്വതി അമ്മ വന്നാണ് ഞങ്ങളെയൊക്കെ രക്ഷിച്ചത്. അവർ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എന്താകുമായിരുന്നു? ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചത് മാത്രമല്ലാതെ മക്കളെ പോലെ ഞങ്ങളെ നോക്കി. എന്താ ഇങ്ങനൊരു സ്ഥലത്ത് താമസിക്കുന്നത്? നിങ്ങൾക്ക് എന്ത് സഹായം വേണ്ടേ? ചോദിച്ചോളൂ. ഞാൻ ചോദിക്കുന്ന സഹായങ്ങളൊന്നും നിങ്ങളെ കൊണ്ട് തരാൻ കഴിയില്ല. എന്താ വേണ്ടേ? ഞങ്ങളുടെ ജീവൻ തന്നെ തിരിച്ചു തന്നത് നിങ്ങളാ. നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ചോദിച്ചോ, ഞങ്ങളുണ്ട്. കൊല്ലണം.